الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه غافر الذنب وقابل التوب شديد العقاب ذي الطول وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إذ قال له ربه أسلم قال أسلمت لرب العالمين يا أيها الناس اتقوا الله عباد الله الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സന്തോഷത്തിലും സങ്കടങ്ങളിലും ഒരുപോലെ കാത്തു സൂക്ഷിക്കണം എന്നാദ്യമായി ഉണർത്തുകയാണ്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അനശ്വര പാഠങ്ങൾ പകർന്നുകൊണ്ടൊരു ബലിപെരുന്നാൾ കൂടി ഇതാ സമാഗതമായിരിക്കുകയാണ്. ഏവർക്കും ആദ്യമായി എൻ്റെ ഹൃദ്യമായ പെരുന്നാൾ ദിന ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഇന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും മഹത്വമുള്ള ദിവസം കൂടിയാണ്. ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വതആല യൗമുൻ നഹർ. നഹറിൻ്റെ ദിവസം, ബലിയുടെ ദിവസം, പെരുന്നാളിൻ്റെ ദിവസം അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും മഹത്വമുള്ള ദിവസമായി പരിചയപ്പെടുത്തുമ്പോൾ ഏറെ മഹത്വമുള്ള ഒരു ദിവസമാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതേസമയം മക്കയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരുമിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹജ്ജും കർമ്മങ്ങളുമെല്ലാം സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മുടെ മക്കളുടെ വ്യത്യസ്തങ്ങളായ റിസൾട്ടുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. പ്ലസ് ടുവിൻ്റെയും BEdൻ്റെയും അതുപോലെ പൊതുപരീക്ഷകളുടെയും കേട്ടറ്റ് പോലെയുള്ള വിവിധങ്ങളായ മത്സര പരീക്ഷകളുടെയും ഒക്കെ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു. വിജയികളെ സംബന്ധിച്ചിടത്തോളം അവർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്തു. പരാജയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വേദന അവരുടെ മനസ്സിലുണ്ടാകും. സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നും സഹിക്കാൻ കഴിയാത്ത, ഒരു വേദനയും താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്നറിയുമ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പ്രതീക്ഷ നൽകാൻ, അവർക്ക് സപ്പോർട്ട് നൽകാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഇനിയും അവസരങ്ങളുണ്ട് എന്ന് നമ്മൾ ഓർക്കണം.
എന്നാൽ സഹോദരങ്ങളെ, ഒരിക്കലും അവസരമില്ലാത്ത ഒരു പരീക്ഷയുടെ ലോകത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകണം. നമ്മുടെ ജീവിതം ഒരു പരീക്ഷണമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. ജീവിതവും മരണവും അല്ലാഹു സംവിധാനിച്ചത് എന്തിനാണ്? പരസ്പരം കലഹിക്കാനല്ല, തമ്മിലടിക്കാനല്ല, ആക്ഷേപിക്കുവാനോ പരിഹസിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ ഒറ്റപ്പെടുത്തുവാനോ അല്ല, മറിച്ച് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാ ഏറ്റവും നന്നായി അധ്വാനിക്കുന്നത്, പരിശ്രമിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയെന്ന് പരിശുദ്ധ ഖുർആൻ. ആ പരീക്ഷണത്തിൽ സഹോദരങ്ങളെ, ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും, സങ്കടങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ഏതു തന്നെയായാലും അല്ലാഹുവിനെ മറക്കാതെ, റബ്ബിനെ കുറ്റപ്പെടുത്താതെ ക്ഷമിക്കുവാനും സഹിക്കുവാനുമാണ് ഒരു വിശ്വാസി സന്നദ്ധനാകേണ്ടത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും പറയാറില്ലേ, നമസ്കരിക്കുന്ന അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൽ എന്തേ റബ്ബ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകിയത്? എന്തുകൊണ്ടാണ് അല്ലാഹു എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നേതെങ്കിലും നിമിഷം നമ്മുടെ മനസ്സിൽ മന്ത്രിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെയാണ് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിത ചരിത്രങ്ങൾ, പാഠങ്ങൾ നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരേണ്ടത്. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം, പ്രിയമുള്ളവരെ, നമുക്ക് വലിയ മാതൃകയായി മാറേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠമായി അവശേഷിക്കേണ്ടതുണ്ട്. നമ്മൾ തക്ബീറുകൾ ചൊല്ലി സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതെന്തിനാണ്? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും കുടുംബത്തിന്റെയും തീക്ഷ്ണ പരീക്ഷണങ്ങളിലെ വിജയത്തിന്റെ സന്തോഷമാണ്. തൗഹീദിന്റെ പ്രഖ്യാപനമായ തക്ബീർ ധ്വനികൾ മുഴക്കി നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഘോഷിക്കണം, സന്തോഷിക്കണം. പക്ഷേ ഒരിക്കലും അതിരുവിട്ടുകൂടാ. അതിർവിട്ടുള്ള ആഘോഷങ്ങളിലേക്ക്, ആഹ്ലാദങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും പോയിക്കൂടാ. കാരണം ഈ ആഘോഷം എന്ന് പറയുന്നത് ആരാധനയുടെ ഭാഗമാണ് എന്ന ചിന്തയുണ്ടാകണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും ഉന്നതനാണ്, ഏറ്റവും ഉന്നതനാണ് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനയ്ക്ക് അർഹനുമില്ല. അവൻ ഏറ്റവും ഉന്നതനാണ്. വലില്ലാഹിൽ ഹംദ്, ആ റബ്ബിനാണ് സർവസ്തുതികളും എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടേത് പ്രഖ്യാപനം കേവലം വാക്കുകൾ മാത്രമായി ഒതുങ്ങുന്നു. അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം വാക്കുകളിലല്ല, പ്രവർത്തനങ്ങളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ തന്റെ ജീവിതത്തിലൂടെ ആളുകൾക്ക് പകർന്നു നൽകിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കേവലം ചുമരുകളിൽ സ്റ്റിക്കറുകളായി ഒട്ടിക്കുവാനുള്ളതല്ല, നമ്മുടെ വാഹനങ്ങളിൽ തൂക്കിയിടാനുള്ള വാക്കല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എവിടെയെങ്കിലും പ്രദർശിപ്പിക്കാനുള്ള ഒന്ന് മാത്രമല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥമറിഞ്ഞ് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അല്ല എങ്കിൽ കെട്ടിയുയർത്തപ്പെട്ട ഖബറിന്റെയും മഖബറുകളുടെയും മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലോ. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹയും തക്ബീർ ധ്വനികളും മുഴക്കി അത്തരം ആളുകളും പള്ളിയിലേക്ക് കടന്നു വരുമ്പോ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എന്തർത്ഥമാണുള്ളത് എന്ന് നമ്മളൊരു വേള ചിന്തിക്കേണ്ടതുണ്ട്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുവാനും ഇബ്രാഹിം അലൈഹിസ്സലാമയെ പോലെ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അന്ധവിശ്വാസ അനാചാരങ്ങളിലേക്ക് കടന്നു പോകുന്ന ആളുകളും പറയുന്നത് ഞങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ് എന്ന. ചില ആളുകൾ ചില ദിവസങ്ങളെ നഹസിന്റെ ദിവസമായി കണക്കാക്കുന്നു. അന്ന് ചില നന്മകൾ ചെയ്യാൻ പാടില്ല, യാതൊരു നന്മയും തുടങ്ങാൻ പാടില്ല എന്നവർ വിശ്വസിക്കുന്നു. യാത്രക്കിടയിൽ വാഹനത്തിന്റെ മുമ്പിലേക്ക് ഒരു പൂച്ച ചാടിയാൽ ആ യാത്ര അപകടമാണ് എന്ന് കരുതുന്ന ആളുകൾ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ചില നമ്പറുകളെ കുറിച്ച്. ആ നമ്പറുകൾ സ്വീകരിച്ചാൽ എന്റെ ജീവിതത്തിൽ പരാജയമായിരിക്കും എന്ന് വിദ്യാസമ്പന്നരായ ആളുകൾ പോലും കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന് പ്രബോധനം ചെയ്ത അന്ധവിശ്വാസനാചാരങ്ങളെ കുറിച്ച് കൃത്യമായി പ്രബോധനം ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിചയപ്പെടുത്തിയ
ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിത സ്മരണകൾ നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്. ചില നമ്പറുകൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകും, ചില നമ്പറുകൾ എൻ്റെ ജീവിതത്തിൽ അത് അപകടവും പരാജയവുമായിരിക്കും എന്നാളുകൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്നും, ശിർക്കിന്റെ വഴികളിൽ നിന്നും പ്രിയമുള്ളവരെ നമ്മൾ മോചിതരാകണം. ഇബ്രാഹിമി മില്ലത്തിലേക്ക് കടന്നു പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതാണ് നമ്മൾ പിന്തുടരേണ്ടത്. അതെ, അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം കാണിച്ചു തന്നത്, പ്രഖ്യാപിച്ചത്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം കൃത്യമായി പ്രബോധനം ചെയ്തത്. അതാണ് ഹജ്ജിന്റെ, പെരുന്നാളിന്റെ സന്ദേശം. അതാണ് പ്രിയമുള്ളവരെ നമ്മുടെ തക്ബീറിന്റെ പ്രഖ്യാപനവും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ തേട്ടം പ്രാർത്ഥന മറ്റൊരാളിലേക്ക് കടന്നുപോയിട്ടില്ല. മക്കളില്ലാതെ പ്രായം 80കളിൽ എത്തുമ്പോഴും തന്റെ തേട്ടം ഒരു ജാരങ്ങളിലേക്കും കടന്നുപോയിട്ടില്ല. കുടുംബത്തെ മക്കയിൽ ഇട്ടെറിഞ്ഞുകൊണ്ട് മടങ്ങിപ്പോരുമ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന അത് അല്ലാഹുവിനോട് മാത്രമായിരുന്നു. സഹോദരങ്ങളെ, എല്ലാം അല്ലാഹുവിൽ തവക്കുൽ ചെയ്തു. അങ്ങനെ തവക്കുൽ ചെയ്താൽ എന്റെ ജീവിതത്തിൽ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല, അള്ളാഹു എന്നെ സംരക്ഷിക്കുമെന്ന ആ അചഞ്ചലമായ വിശ്വാസമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. എങ്കിൽ ആ വിശ്വാസം നമുക്കുണ്ടാകണം. തവക്കൽതു അലല്ലാഹ് എന്ന് നമ്മളെല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് പുറത്തിറങ്ങുമ്പോഴും നമുക്കൊരു സന്ദേഹമാണ്, നമുക്കൊരു സംശയമാണ്, നമുക്ക് ടെൻഷനും ഭയവുമാണ്. അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് മാതൃകയാകേണ്ടത്. എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്ന, എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് പിന്നീട് തന്റെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ത്യാഗമായിരുന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ത്യാഗം എന്ന വാക്ക് നമ്മളും കേട്ടിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടിയും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും നമ്മളൊക്കെയും ത്യാഗം ചെയ്യുന്നവരാണ്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി എന്ത് ത്യാഗമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മോഹങ്ങളും തന്റെ ഇഷ്ടങ്ങളും എല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകളിൽ ത്യാഗം ചെയ്യാൻ അദ്ദേഹത്തിന് സാധ്യമായി. എങ്കിൽ അതാണ് അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്ന് പറയുന്നത്. ആ നിലക്ക് റബ്ബിന് കീഴൊതുങ്ങാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന നാടും പ്രദേശവും മുസ്ലിമിന്റെ വൈകാരികമായ ബന്ധമുള്ള ഇടങ്ങളാണ്. അവിടെ സ്വസ്ഥതയുണ്ടാകണം, അവിടെ സമാധാനമുണ്ടാകണം. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന കാണാം തന്റെ നാടിന് വേണ്ടി. വൈദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കണമേ റബ്ബേ എന്ന പ്രാർത്ഥന നമ്മിൽ നിന്നും ഉണ്ടാകണം, നമ്മുടെ നാടിന് വേണ്ടി ഉണ്ടാകണം. ഭരണാധികാരികൾ മാറി മാറി വന്നേക്കാം, രാജ്യത്തിന്റെ വിവിധ സാഹചര്യങ്ങൾ മാറിയേക്കാം, പക്ഷേ ആ മണ്ണിനോട് നമുക്കൊരു സ്നേഹമുണ്ടാകണം, ഒരു വികാരമുണ്ടാകണം. സമാധാനപൂർണമായ ജീവിതം നിലനിൽക്കണം. മതസ്വാതന്ത്ര്യവും പ്രബോധന സ്വാതന്ത്ര്യവും പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. ആ നിലക്ക് സമാധാനാന്തരീക്ഷമുണ്ടാകാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അടിച്ചമർത്തപ്പെടുന്ന ഫലസ്തീൻ മക്കൾക്ക് വേണ്ടിയും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സമാധാനം പൂത്തുലഞ്ഞിരുന്ന മിഡിൽ ഈസ്റ്റിന്റെ ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മദ്യവും മയക്കുമരുന്നും ലഹരിയുടെ ഉപയോഗവും അതിന്റെ ലഭ്യതയുമൊക്കെ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കളിതാ അല്പ ദിവസങ്ങൾ കഴിഞ്ഞാൽ സ്കൂളുകളിലേക്കും കലാലയങ്ങളിലേക്കും കോളേജുകളിലേക്ക് വ്യത്യസ്തങ്ങളായ ക്യാമ്പസുകളിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കാനിരിക്കുകയാണ്. നമ്മുടെ മക്കളിൽ നമുക്ക് ഭയമുണ്ട്, എന്നാൽ പ്രതീക്ഷയുമുണ്ട്. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൂടാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരിൽ ഒരു കരുതലുണ്ടാകണം. പുതിയ കൂട്ടുകാരും പുതിയ സാഹചര്യങ്ങളും കൈവരുമ്പോ തെറ്റിലേക്ക് കടന്നു പോകാൻ വളരെ എളുപ്പമാണ്. അവിടെ ഉപദേശിക്കുവാനും നിർദ്ദേശങ്ങൾ നൽകുവാനും കഴിയണം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം. കേരളത്തിന്റെ എക്സൈസ് കമ്മീഷണറുടെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. 17 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് 70% കുട്ടികളും ലഹരി പദാർത്ഥങ്ങൾ
അനുഭവിക്കുകയോ രുചിക്കുകയോ ചെയ്യാതെ പോകുന്നില്ല എന്ന് നമുക്കറിയാം. ജാഹിലിയ്യത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിലെ അവസ്ഥ, ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ മറവ് ചെയ്യണം, എന്തേ കാരണം മരണത്തിന് ശേഷവും എനിക്കത് നുകരാൻ കഴിയണം എന്ന് പറഞ്ഞിരുന്ന, വസിയത്ത് ചെയ്തിരുന്ന ആളുകൾ കള്ളുകുപ്പിയിൽ ചത്തുകിടക്കുന്ന ഈച്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഈച്ച ഞാനായിരുന്നുവെങ്കിൽ എന്ന് പാട്ടുപാടിയിരുന്ന ആളുകൾ ജീവിച്ചിരുന്ന ഇരുണ്ട കാലഘട്ടത്തെ കുറിച്ച് നമുക്കറിയാം. ആ ഇരുണ്ട കാലഘട്ടത്തെ പോലെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളിൽ ലഹരിക്കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധയുണ്ടാകണം. പഠനത്തിൽ നാം അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് പ്രചോദനം നൽകുക. തെറ്റുകൾ ചെയ്യുമ്പോൾ സ്നേഹത്തോടുകൂടി ലുഖ്മാനുൽ ഹക്കീം മകനെ വിളിച്ചതുപോലെ യാ ബുനയ്യ എന്ന സ്നേഹത്തോടു കൂടിയുള്ള വിളിയോടെ ഉപദേശിക്കുവാനും നിർദ്ദേശങ്ങൾ നൽകുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. റീലുകൾക്ക് പിന്നാലെ പോയി അതാണ് റിയൽ ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കലാലയങ്ങളിൽ അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നു. കലഹങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ മക്കൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ചെറിയ ചെറിയ നിസാരമായ പ്രശ്നങ്ങളുടെ പേരില അവർ അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രൂപ്പിന്റെ പേരിൽ, ഒരു മെസ്സേജിന്റെ പേരിൽ, ഒരു ഷെയറിന്റെ പേരിൽ, പ്രിയമുള്ളവരെ, ലൈക്കിന്റെയും കമന്റിന്റെയും പേരിൽ അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന മക്കൾക്കിടയിൽ പ്രാർത്ഥനയോടുകൂടി, പ്രതീക്ഷയോടുകൂടി പ്രിയമുള്ളവരെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ ഒരിക്കലും നമുക്ക് നഷ്ടമായി കൂടാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജാഹിലിയ്യത്തിനെ കുറിച്ച് പറയാറില്ലേ? മറ്റൊരുത്തന്റെ പറമ്പിൽ ഒട്ടകത്തിന്റെ ഒരു ചെറിയ കയറിന്റെ കഷ്ണം കണ്ടാൽ അത്ര നിസാരമാണെങ്കിലും അതിന്റെ പേരിൽ വർഷങ്ങളോളം അടിപിടി കൂടിയിരുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നെങ്കിൽ അതുപോലെ ഇന്നും നമ്മുടെ തലമുറയിലേക്ക് തിന്മകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധയുണ്ടാകണം. കുടുംബത്തിൽ ഇബ്രാഹിമീ മില്ലത്ത് നമ്മൾ മാതൃക അവലംബിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് മാതൃകയാകേണ്ടത് ഇബ്രാഹിം നബിയുടെ പൊന്നോമന മകനായ അനുസരണയുള്ള ഇസ്മായിൽ നബിയിൽ നമുക്ക് മാതൃകയുണ്ട്. പ്രിയപ്പെട്ട ഉപ്പമാരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നല്ലൊരു പിതാവായിരുന്നു. ആ പിതാവിൽ നമുക്ക് മാതൃകയുണ്ടാകണം. ആ പിതാവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിം അല്ലദീ വഫ, തന്റെ കടമകൾ കൃത്യമായി നിർവഹിക്കുന്ന ഇബ്രാഹിം എന്ന പ്രവാചകൻ. ആ പ്രവാചകനിൽ മാതൃകയുണ്ടാകണം. സഹോദരിമാരെ, ഹാജറ ബീവി എന്ന നല്ലൊരു ഭാര്യയിൽ, നല്ലൊരു മാതാവിൽ നമുക്ക് മാതൃകയുണ്ടാകണം. അങ്ങനെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു, നിങ്ങൾക്ക് ഇബ്രാഹിമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും ഉത്തമമായ മാതൃകയുണ്ട് എന്ന പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന കൃത്യമായി നെഞ്ചേറ്റാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. അതോടൊപ്പം ഈ സന്തോഷ സുദിനത്തിൽ ഈദ് സ്വതക്ക നമ്മൾ വർദ്ധിപ്പിക്കുക. ഈദ് സ്വതക്ക ധാരാളമായി നമ്മൾ ചെയ്യുക. പരസ്പരം ആശംസകൾ കൈമാറുക. പാവപ്പെട്ടവരായ ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഈ സന്തോഷത്തിലും നമ്മൾ അവരെ ഓർക്കണം. സാമ്പത്തികമായി, ശാരീരികമായി നമുക്ക് അവരെ സഹായിക്കാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരന്മാരുണ്ടാകും. കഴിഞ്ഞ പെരുന്നാളിന്റെ സുദിനത്തിൽ ഇതുപോലെ മുസല്ലയിലേക്ക് കടന്നു വന്ന ആളുകൾ പലരും നമ്മുടെ കൂട്ടത്തിലില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ നമ്മൾ ഓർക്കണം. രോഗികളായി പള്ളിയിലേക്ക് ഇന്ന് കടന്നു വരാൻ കഴിയാത്ത സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചെറിയ കുട്ടികൾക്ക് സമ്മാനങ്ങളും സന്തോഷങ്ങളും ഈ സന്തോഷത്തിന്റെ സുദിനത്തിൽ കൈമാറുക. മറ്റുപോയ ഒരുപാട് ബന്ധങ്ങളുണ്ടാകും. ആ ബന്ധങ്ങളെ ഇണക്കി ചേർക്കാനുള്ള വലിയ അവസരമായി ഈ പെരുന്നാളിന്റെ സന്തോഷത്തെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. അപകടങ്ങൾ വരുത്താതെ ഒരു ജാഗ്രതയുണ്ടാകണം, സൂക്ഷ്മതയുണ്ടാകണം. അതോടൊപ്പം ഉദ്ഹിയ്യത്തിൽ നമ്മൾ പങ്കാളികളാകണം. ഒരു ബലിമൃഗത്തെ ഞാൻ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഷെയറിൽ കൂടിയിട്ടുണ്ട്, അതോടുകൂടി എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു എന്ന് കരുതിയിരിക്കരുത്. അതിൻ്റെ അവസാനം വരെ അതിൽ പങ്കാളികളാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പരീക്ഷണങ്ങളിൽ വിജയം നേടുക, പ്രതിസന്ധികളെ വിശ്വാസം കൊണ്ട് അതിജയിക്കുക. ഇബ്രാഹിം മില്ലത്ത് ജീവിതത്തിൻ്റെ ഉടനീളം പാലിക്കുവാൻ, സൂക്ഷിക്കുവാൻ നമ്മൾ സന്നദ്ധരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രതിസന്ധികളിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും
ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് കാണിച്ച മാതൃക ജീവിതത്തിന്റെ ഉടനീളം പിന്തുടരുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തൊട്ട് നീ ഞങ്ങളെ ഓരോരുത്തരും കാത്തു രക്ഷിക്കണമേ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സും ആരോഗ്യവും റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഈ പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത ഒരുപാട് സഹോദരന്മാരുണ്ട്. ശിഫ നൽകി അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മുസ്ലിമായ കാരണത്താൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ആരാധനകൾക്ക് പോലും സ്വാതന്ത്ര്യമില്ലാത്ത സാഹചര്യങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട്. അവർക്കെല്ലാം എല്ലാ നിലക്കുമുള്ള ആശ്വാസവും പ്രതീക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. മനക്കരുത്ത് നൽകി അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണമേ. അല്ലാഹുവേ, നിന്റെ ഉന്നതമായ സ്വർഗ്ഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് സഹിക്കാൻ കഴിയാത്ത ചെറുതും വലുതുമായ അസഹ്യമായ എല്ലാ ശിക്ഷകൾ തൊട്ടും നീ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم حاسبنا حسابا يسيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين.